ഇന്നുണ്ടല്ലോ എൻ്റെ കസിൻ്റെ സൽക്കാരമാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് അവർ വീട് കാണാൻ വരുന്ന ദിവസമാണ്. അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡെസേർട്ടും കൂടെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വെച്ചു. അപ്പോൾ ഡെസേർട്ടിൻ്റെ കാര്യങ്ങൾ ഞാനും എൻ്റെ താത്തയാണ് കേട്ടോ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഉണ്ടാക്കലും കൊടുക്കലൊക്കെ അത്യാവശ്യം ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ മിക്കവാറും കസിൻസിൻ്റെ ഇങ്ങനത്തെ പരിപാടികളിലൊക്കെ ഡെസേർട്ട് ഞങ്ങളാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. ഞാനുണ്ടാക്കിയിരുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ പെടുന്നതും എനിക്ക് ഉണ്ടാക്കാനും കൊടുക്കാനൊക്കെ ഇഷ്ടമുള്ള മിൽക്ക് കേക്കും അതുപോലെ തന്നെ ഗുലാബ് ജാമുനുമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിക്കുണ്ടല്ലോ നമ്മൾ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചെടുത്തു. അതുപോലെ തന്നെ മോളെയും കൂട്ടിയിട്ടുണ്ട്. കുടുംബത്തിലുണ്ടല്ലോ ഞാനൊരു വലിയ ഷെഫാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ അവർക്കുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്നൊരു ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പരിപാടികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ രാത്രിയായി, ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മളെ കൂടെ എത്തിയിട്ടുണ്ട്. നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുമ്പോണ്ടല്ലോ അതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട് അല്ലേ. ആ എഫേർട്ട് മറക്കുന്നൊരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് മറ്റുള്ളവർ നല്ല എൻജോയ് ചെയ്ത് കഴിക്കുന്ന കാണുമ്പോഴാണ് അല്ലേ. അതുപോലെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നതും. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടെ പിരിഞ്ഞു.